നമ്മൾ ഫ്യൂവലിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ. അടുത്ത ടേം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കലോറിഫിക് വാല്യൂ ആണ്. കലോറിഫിക് വാല്യൂ ഓഫ് എ ഫ്യൂവൽ. കലോറിഫിക് വാല്യൂ എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം ഏതെങ്കിലും ഒരു ഫ്യൂവൽ നമ്മൾ പൂർണ്ണമായി കത്തിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഹീറ്റ് എനർജി. 1 കിലോഗ്രാം വിറക് നമ്മൾ പൂർണ്ണമായി കത്തിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഹീറ്റ് എനർജിയുടെ അളവിനെയാണ് നമ്മൾ കലോറിഫിക് വാല്യൂ എന്ന് വിളിക്കുന്നത്. ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി പ്രൊഡ്യൂസ്ഡ് ഓൺ കംപ്ലീറ്റ് കമ്പഷൻ ഓഫ് 1 കിലോഗ്രാം ഓഫ് ഫ്യൂവൽ. ഏത് ഫ്യൂവലാണെങ്കിലും അത് 1 കിലോഗ്രാം എടുത്തിട്ട് പൂർണ്ണമായിട്ട് കത്തിക്കുന്ന സമയത്ത് അത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജിയാണ് നമ്മൾ കലോറിഫിക് വാല്യൂ എന്ന് വിളിക്കുന്നത്. കിലോ ജൂൾ പെർ കിലോഗ്രാം എന്ന യൂണിറ്റിലാണ് നമ്മളിത് എക്സ്പ്രസ് ചെയ്യുന്നത്. കിലോ ജൂൾ പെർ കിലോഗ്രാം. കുറേ സാധനങ്ങളുടെ കലോറിഫിക് വാല്യൂ കൊടുത്തിട്ടുണ്ട്. കൗഡങ് കേക്ക്, അതായത് നമ്മൾ ചാണകം. ചില പ്രദേശങ്ങളിലൊക്കെ ചാണകം ഉണക്കിയിട്ടത് കത്തിക്കാറുണ്ട്. 1 കിലോഗ്രാം ചാണകം ഉണക്കി കത്തിച്ചാൽ 6000 മുതൽ 8000 കിലോ ജൂൾ വരെയാണ് നമുക്ക് കിട്ടുന്ന എനർജി. അതേസമയം വുഡാണെങ്കിൽ അത് 17000 to 22000 ആണ്. കോളാണെങ്കിൽ 25000 to 33000 ആണ്. പെട്രോള്, മണ്ണെണ്ണ, ഡീസലിനൊക്കെ അത് 45000 ആണ്. മീഥേന്, CNG ഒക്കെ അത് 50000. നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന LPGക്ക് 55000 ആണ്. ബയോഗ്യാസ് ആണെങ്കിൽ 35000 to 40000 ആയിരിക്കും. ഇനി ഹൈഡ്രജനാണ് നമ്മൾ ഇതേപോലെ കത്തിക്കുന്നതിൽ 1.5 ലക്ഷം കിലോ ജൂളാണ് നമുക്ക് കിട്ടുന്ന എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ഉയർന്ന കലോറിഫിക് വാല്യൂ ഉള്ള സാധനം ഹൈഡ്രജനാണ്. നമ്മളൊരു ഫ്യൂച്ചർ ഫ്യൂവലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സാധനമാണ് ഹൈഡ്രജൻ. ഇപ്പോഴും റോക്കറ്റുകളിലൊക്കെ ഇന്ധനമായിട്ട് ഹൈഡ്രജൻ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള സാധനം ഹാംഫുൾ എഫക്റ്റ് ഓൺ ദി എൻവയോൺമെൻറ്റ് ഡ്യൂ ടു ബേണിംഗ് ഓഫ് ഫ്യൂവൽസ്. നമ്മൾ ഈ ഇന്ധനങ്ങളൊക്കെ കത്തിക്കുന്ന സമയത്ത് പ്രകൃതിക്ക് ഉണ്ടാവുന്ന ഹാംഫുൾ എഫക്റ്റുകളെ കുറിച്ചാണ്. ഇതിലേത് ഫ്യൂവൽ നമ്മൾ കത്തിക്കുകയാണെങ്കിലും പല എമൗണ്ടിലാണെങ്കിലും എല്ലാ ഫ്യൂവലും പൊള്യൂഷന് കാരണമാവുന്നുണ്ട്. പൊള്യൂഷൻ വളരെ കുറവാണ്. ഗ്യാസിലൊക്കെ പൊള്യൂഷൻ വളരെ കുറവാണ്. ഗ്യാസിലൊക്കെ കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമാണ് പൊള്യൂട്ടൻസ് ആയിട്ട് പുറത്തു വരുന്നത്. എന്നാൽ അതേസമയം ഡീസൽ, പെട്രോൾ, മണ്ണെണ്ണ, നമ്മൾ വിറകൊക്കെ കത്തിക്കുന്ന സമയത്ത് ധാരാളം കെമിക്കലുകൾ പുറത്തു വരുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും, സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡ്, അതിനൊക്കെ പുറമെ സൂട്ട് പാർട്ടിക്കിൾസ് ഉണ്ടാവും, ശരിക്കും കത്താത്ത കാർബൺ പാർട്ടിക്കിൾസ്. ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഗുരുതരമായ പ്രത്യേകത ഉണ്ടാക്കുന്ന സാധനമാണ് അൺബേൺഡ് കാർബൺ പാർട്ടിക്കിൾസ്. നമുക്ക് ആസ്മ പോലുള്ള റെസ്പിറേറ്ററി ഡിസീസിനൊക്കെ കാരണമാവും. നമ്മൾ ബസ്സിൻ്റെ അതേപോലുള്ള ഡീസൽ എഞ്ചിനുകളുടെയൊക്കെ പുകക്കുഴൽ നമ്മളൊന്ന് തട്ടി നോക്കിയാൽ മതി. അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ മെഴുകുതിരി കത്തിച്ചിട്ട് അതിന് മുകളിൽ കൈ വെച്ചാൽ നമ്മളെ കയ്യിൽ കരി ഉണ്ടാവും. ഇതേപോലെ മണ്ണെണ്ണ വിളക്ക് കത്തിച്ച കരി ഉണ്ടാവും. നമ്മൾ അടുപ്പിൽ വിറക് കത്തിച്ച് കഴിഞ്ഞാൽ കരി അല്ലേ. കരി എന്ന് പറയുന്നത് ശരിക്കും കത്താത്ത കാർബൺ പാർട്ടിക്കിളാണ്. ശരിക്കും അങ്ങോട്ട് കത്തിത്തീരാത്ത കാർബൺ പാർട്ടിക്കിളാണ്. പൂർണ്ണമായി കത്തിക്കഴിഞ്ഞാൽ ഈ കാർബൺ പാർട്ടിക്കിൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ കാർബൺ പാർട്ടിക്കിൾ അൺബേൺഡ് കാർബൺ പാർട്ടിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഇൻകംപ്ലീറ്റ് കമ്പഷൻ ഓഫ് ഫ്യൂവൽസ് റിലീസ് കാർബൺ മോണോക്സൈഡ് ഗ്യാസ്. കാർബൺ മോണോക്സൈഡ് എന്ന് വെച്ചാൽ വളരെ പോയ്സണസ് ആയ ഒരു ഗ്യാസാണ്. മരണത്തിന് വരെ കാരണമാകാവുന്ന ഒരു ഗ്യാസാണ് കാർബൺ മോണോക്സൈഡ്. കുറഞ്ഞ അളവിൽ ശ്വസിച്ചാൽ തന്നെ നമുക്ക് അസ്വസ്ഥത ഉണ്ടാവും. അപ്പോൾ ശരിക്ക് ഓക്സിജൻ കിട്ടാതെ എന്തെങ്കിലും ഒരു സാധനം കത്തുകയാണെങ്കിലാണ് കാർബൺ മോണോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുക. അതുപോലെ തന്നെ ഏകദേശം എല്ലാ ഫ്യൂവൽ കത്തുകയാണെങ്കിലും കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസാണ്. ഗ്രീൻ ഹൗസ് എഫക്റ്റ് നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ടാവും. ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് ആയതുകൊണ്ട് തന്നെ ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാവും. എന്താ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞാൽ? അന്തരീക്ഷത്തിൻ്റെ ടെമ്പറേച്ചർ കൂടുക, ഭൂമിയുടെ ചൂട് കൂടുക. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഭൂമിയുടെ ചൂട് ഓരോ വർഷവും 0.5 ഡിഗ്രി വെച്ചിട്ടൊക്കെ കൂടുന്നുണ്ടെന്നാണ് പറയുന്നത്. ഭൂമിയിലെത്തുന്ന സൂര്യൻ്റെ ചൂടിന് അന്തരീക്ഷം ഇവിടെ തടഞ്ഞു നിർത്തുക ചെയ്യുക. ചന്ദ്രനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ചന്ദ്രനിൽ പകൽ സമയത്ത് ഭയങ്കര തണുപ്പും പകൽ സമയത്ത് ഭയങ്കര ചൂടും രാത്രി ഭയങ്കര തണുപ്പൊക്കെ ഉണ്ടാവാം. സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും, സൂര്യപ്രകാശം പോയാൽ ഭയങ്കര തണുപ്പായിരിക്കും. ഭൂമിയിൽ അങ്ങനെയല്ല. ഭൂമിയിൽ സൂര്യപ്രകാശം ഉണ്ടെങ്കിലും ചൂട് ഒരു പരിധിയിൽ കൂടുന്നില്ല, സൂര്യനില്ലെങ്കിലും ചൂട് ഒരു പരിധിയിലും താഴാറുമില്ല. ഇതിൻ്റെ കാരണം ഭൂമിയിലെത്തുന്ന സൂര്യപ്രകാശത്തെ നമ്മളുടെ അറ്റ്മോസ്ഫിയർ വേണ്ട വിധം
കൺട്രോൾ ചെയ്യുന്നതുകൊണ്ടാണ്. അൾട്രാവയലറ്റ് റേ ഒക്കെ നമ്മൾ ഓസോൺ തടഞ്ഞു നിർത്തും. ഭൂമിയിലെത്തിയ ചൂടിനെ തിരിച്ച് പുറത്തു പോകാത്ത രീതിയിൽ നമ്മളൊരു പുതപ്പ് പുതച്ച് കിടക്കുന്നത് പോലുള്ള ഒരു ആവരണം നമ്മുടെ അറ്റ്മോസ്ഫിയർ കൊടുക്കുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അതാണ് നമ്മളതിന് ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് വിളിക്കുന്നത്. ഭൂമിയിലെത്തിയ ചൂടിനെ തിരിച്ച് അന്തരീക്ഷത്തിലേക്ക് വിടാതെ കാത്തു സൂക്ഷിക്കും. എന്നാൽ ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഈ തടഞ്ഞു നിർത്തുന്ന ചൂടിൻ്റെ അളവ് കൂടും. അത് ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകും. ഇങ്ങനെ ഗ്ലോബൽ വാർമിംഗ് ഉണ്ടായിക്കഴിഞ്ഞാൽ പോളാർ റീജിയനിലുള്ള ഐസൊക്കെ മെൽറ്റ് ചെയ്യും. ഇത് കടലിൽ വെള്ളത്തിൻ്റെ തോത് ഉയർത്തും. അപ്പോൾ കടലുമായി ബന്ധപ്പെട്ട്, അതായത് കടൽ നിരപ്പിലുള്ള പല പ്രദേശങ്ങളും വെള്ളത്തിനടിയിലാവും. അതോടൊപ്പം തന്നെ ഭൂമിയുടെ ടെമ്പറേച്ചർ കൂടുമ്പോൾ നിലവിലുള്ള ടെമ്പറേച്ചറിൽ ജീവിക്കുന്ന പല ജീവികളും ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാവും. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നൊരു ടെമ്പറേച്ചർ ഉണ്ട്. ഒരു 30, 31, 32 ഡിഗ്രി നമുക്ക് പ്രശ്നമില്ല. എന്നാലും കൂടിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. 40 ഡിഗ്രി സെൽഷ്യസിൽ കൂടിക്കഴിഞ്ഞാൽ സൺബേൺ ഉണ്ടാവും, ശരീരമൊക്കെ പൊള്ളും. അപ്പോൾ ഇത് ഫോസിൽ ഫ്യൂവൽ കത്തിക്കുന്നത് കൊണ്ടുള്ളൊരു ഗുരുതരമായ പ്രത്യേകതയാണ്. മറ്റൊന്ന് ആസിഡ് റെയിനാണ്. നമ്മൾ ഈ ഫോസിൽ ഫ്യൂവൽ കത്തിക്കുന്ന സമയത്ത് അതിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ് ഒക്കെ റിലീസ് ചെയ്യും. ഇത് അന്തരീക്ഷത്തിലുള്ള വെള്ളവുമായി കൂടിച്ചേർന്ന് മഴവെള്ളത്തിൽ കൂടിക്കലർന്നിട്ട് സൾഫ്യൂരിക് ആസിഡും നൈട്രിക് ആസിഡും കാർബോണിക് ആസിഡും ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. ഈ കാർബോണിക് ആസിഡ് മഴവെള്ളത്തോടു കൂടെ നേരെ ഭൂമിയിലെത്തും. ഇത് ജീവനുള്ള വസ്തുക്കളെ മാത്രമല്ല ജീവനില്ലാത്തവയെ വരെ ഹാംഫുള്ളായിട്ട് എഫക്റ്റ് ചെയ്യും. താജ്മഹലിൻ്റെയൊക്കെ കേസ് സ്റ്റഡി നമ്മൾ മുമ്പ് നടത്തിയിട്ടുണ്ടാവും. താജ്മഹൽ വൈറ്റ് മാർബിൾ കൊണ്ടുണ്ടാക്കിയതാണ്. എന്നാലിപ്പോൾ മാർബിൾ ക്യാൻസർ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം, വൈറ്റ് മാർബിളൊക്കെ മഞ്ഞ കളറായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം ആസിഡ് റെയിനാണ്. ഇതേപോലുള്ള കുറേ ഗുരുതരമായ പ്രശ്നങ്ങൾ അറ്റ്മോസ്ഫിയറിൽ ഫോസിൽ ഫ്യൂവൽസിൻ്റെ ബേണിംഗ് കൊണ്ട് ഉണ്ടാവാറുണ്ട്. ഇത് തടയാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുക നമ്മൾ മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഉപയോഗം എത്രത്തോളം നമുക്ക് കുറയ്ക്കാൻ പറ്റും അത്രത്തോളം നമ്മൾ ഫോസിൽ ഫ്യൂവൽസിൻ്റെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യം. മാത്രമല്ല നമ്മുടെ വരും തലമുറക്ക് ഫോസിൽ ഫ്യൂവൽസ് വേണമെങ്കിൽ നമ്മൾ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കാൻ വേണം. ഈ എഫക്റ്റുകൾ നമുക്ക് ഉപയോഗിക്കാതെ കഴിയില്ല, മിനിമൈസ് ചെയ്യാം. നമ്മൾ വാഹനങ്ങളിലൊക്കെ ആണെങ്കിൽ സൈലൻസറുകൾ ഫിറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ എത്രത്തോളം നമുക്ക് ഈ മാലിന്യങ്ങൾ, ഈ പുകപടലങ്ങൾ, അതേപോലെ പൊള്യൂട്ടൻസ് കുറയ്ക്കാൻ പറ്റും അത്രത്തോളം നമ്മൾ കുറയ്ക്കുക. ഇനി നമ്മളെ ടെക്സ്റ്റിൽ പറഞ്ഞ 1-2 കാര്യങ്ങളൂടെ ഇതിന് കൂടെ പറയാനുണ്ട്. ഒന്ന് നമ്മളുടെ മാച്ച് സ്റ്റിക്ക്, അതായത് തീപ്പെട്ടിയാണ്. തീപ്പെട്ടിയുടെ ഹിസ്റ്ററി പറയുന്നുണ്ട്. 5000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മനുഷ്യൻ തീപ്പെട്ടി ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നാണ്. അന്ന് ഉപയോഗിച്ചത് പൈൻവുഡിൻ്റെ ചെറിയ പീസുകൾ സൾഫറിൽ മുക്കും. ഓക്കെ, എന്നിട്ടാണ് അന്ന് ആദ്യകാലങ്ങൾ ആൻഷ്യൻ്റ് ഈജിപ്ത്, പുരാതന ഈജിപ്തിൽ മനുഷ്യൻ തീപ്പെട്ടിയായിട്ട് ഉപയോഗിച്ചിരുന്നത്. അങ്ങനെയാണ് പൈൻ വുഡ്, അതിൻ്റെ പൈൻ മരങ്ങൾ, അതിൻ്റെ ചെറിയ കൊമ്പ്, നമ്മളിപ്പോൾ വളരെ സോഫ്റ്റായിട്ട് മരങ്ങളുടെ ചെറിയ പീസാണ് നമ്മൾ തീപ്പെട്ടി കമ്പായിട്ട് ഉപയോഗിക്കുന്നത്. അതേപോലെ പൈൻ മരങ്ങളുടെ ചെറിയ കമ്പ് സൾഫറിൽ മുക്കും, എന്നിട്ടത് കത്തിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു. നമ്മൾ ഇന്ന് കാണുന്ന തീപ്പെട്ടി ഏകദേശം 200 വർഷം മുമ്പൊക്കെയാണ് ഇന്ന് കാണുന്ന തീപ്പെട്ടി ഇതേപോലെ നിലവിൽ വന്നിട്ട്. ഇന്ന് കാണുന്ന തീപ്പെട്ടിയിൽ അതിൻ്റെ ആദ്യ ഘട്ടങ്ങളിൽ, ഇപ്പോൾ നമ്മൾ കാണുന്നതിന് തൊട്ട് മുമ്പുള്ള ജനറേഷൻ, തീപ്പെട്ടിയുടെ ജനറേഷനിൽ നമ്മൾ ഉപയോഗിച്ചിരുന്നത് ആൻറ്റിമണി ട്രൈസൾഫൈഡ്, പൊട്ടാസ്യം ക്ലോറേറ്റ്, വൈറ്റ് ഫോസ്ഫറസ്, ഈ 3 സാധനങ്ങളുടെയും ഒരു മിക്സ്ചറാണ്. അതോടൊപ്പം കുറച്ച് ഗ്ലൂ, കുറച്ച് ഗമ്മ്, അതേപോലെ സ്റ്റാർച്ച്, ഇതൊക്കെയാണ് നമ്മൾ തീപ്പെട്ടി കമ്പിൻ്റെ മുകളിൽ നമ്മൾ തേച്ചിരുന്നത്. നമ്മൾ തീപ്പെട്ടിയുടെ കറുത്ത ഭാഗം കാണുന്നുണ്ട്, തീപ്പെട്ടിക്കൊള്ളിയുടെ, അതിൽ നമ്മൾ ഇത്രയും സാധനങ്ങൾ ആൻറ്റിമണി ട്രൈസൾഫൈഡിൻ്റെയും പൊട്ടാസ്യം ക്ലോറേറ്റിൻ്റെയും വൈറ്റ് ഫോസ്ഫറസിൻ്റെയും കൂടെ മിക്സ്ചർ, അത് കുറച്ച് പശയും സ്റ്റാർച്ചും കൂടെ കൂട്ടിയിട്ട് അവിടെ ഒട്ടിച്ചു വെക്കും. ഇനി നമ്മൾ ഏതെങ്കിലും റഫ് സർഫസിൽ ഇതിന് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ, ഉരച്ച് കഴിഞ്ഞാൽ ഈ വൈറ്റ് ഫോസ്ഫറസിന് തീ പിടിക്കും. ഈ ഫ്രിക്ഷൻ കാരണം ചൂടാവും. വൈറ്റ് ഫോസ്ഫറസിൻ്റെ ഇഗ്നീഷൻ ടെമ്പറേച്ചർ വളരെ താഴെയാണ്, അതുകൊണ്ട് പെട്ടെന്ന് തീ പിടിക്കും. നമ്മൾ ഇത് എവിടെയെങ്കിലും വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഫ്രിക്ഷനിൽ ഉണ്ടാകുന്ന ചെറിയ ഹീറ്റ് മതി ഇതിന് തീ പിടിക്കാൻ. അങ്ങനെ തീ പിടിച്ചു കഴിഞ്ഞാൽ ഇത് കത്താൻ തുടങ്ങും. പക്ഷേ ഈ വൈറ്റ് ഫോസ്ഫറസ് എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആണ്. അത് നിർമ്മിക്കുന്ന ആളുകൾക്കും അതോടൊപ്പം തന്നെ ഉപയോഗിക്കുന്ന ആളുകൾക്കും വളരെ അപകടകരമാണെന്ന് പിന്നീട് കണ്ടെത്തി. അപ്പോൾ അതിനുശേഷം നമ്മൾ ചെറിയൊരു മാറ്റം തീപ്പെട്ടിയിൽ വരുത്തി.
നമ്മൾ തീപ്പെട്ടിയുടെ തല, നമ്മൾ ആ തീപ്പെട്ടിക്കൊള്ളിയുടെ കറുത്ത ഭാഗം, ഹെഡ് നമ്മൾ നിർമ്മിക്കുന്നത് ആൻറ്റിമണി ട്രൈസൾഫൈഡും പൊട്ടാസ്യം ക്ലോറൈറ്റും ഉപയോഗിച്ചിട്ടാണ്. അതിൻ്റെ അത് നമ്മൾ എന്തിനു ഒഴിവാക്കി? വൈറ്റ് ഫോസ്ഫറസിനെ ഒഴിവാക്കി. അതിനുശേഷം നമ്മൾ തീപ്പെട്ടിയുടെ റബ്ബിംഗ് സർഫസ് ഉണ്ടല്ലോ, പെട്ടിയുടെ സൈഡിലുള്ള ഭാഗം, നമ്മൾ തീപ്പെട്ടിക്കുള്ള വരുന്ന ഭാഗം, അവിടെ നമ്മൾ കുറച്ച് ഗ്ലാസ് പൊടി, അതോടൊപ്പം തന്നെ കുറച്ച് റെഡ് ഫോസ്ഫറസ് വൈറ്റ് ഫോസ്ഫറസിൻ്റെ അത്രത്തോളം അപകടകാരിയല്ല, ഇത് രണ്ടും കൂടെ നമ്മളവിടെ തേച്ച് വെക്കും. അതാണ് കുറച്ച് റഫായിട്ട് അവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി നമ്മൾ അവിടെ തീപ്പെട്ടി വരുന്ന സമയത്ത് ഈ റെഡ് ഫോസ്ഫറസ് വൈറ്റ് ഫോസ്ഫറസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് ഈ പൊട്ടാസ്യം ക്ലോറൈറ്റുമായി റിയാക്ട് ചെയ്തിട്ട് ആവശ്യമായ ഇഗ്നിഷൻ ടെമ്പറേച്ചർ പ്രൊഡ്യൂസ് ചെയ്യുകയും ആൻറ്റിമണി ട്രൈസൾഫൈഡ് തീപിടിക്കുകയും ചെയ്യും. അങ്ങനെ തീപ്പെട്ടിക്കൊള്ളി കത്തും. അതാണ് നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്ന തീപ്പെട്ടിക്കൊള്ളിയുടെയൊക്കെ രൂപം. വൈറ്റ് ഫോസ്ഫറസ് കുറച്ചും കൂടെ അപകടം കൂടിയ സാധനമായതുകൊണ്ടാണ് അത് മാറ്റിയിട്ട് അപകടം കുറഞ്ഞ റെഡ് ഫോസ്ഫറസിലേക്ക് നമ്മൾ മാറിയത്. മറ്റൊന്ന് പറയുന്നത് ഫയർ എക്സ്റ്റിങ്ക്വിഷറിനെ കുറിച്ചാണ്. ഫയർ എക്സ്റ്റിങ്ക്വിഷർ നമ്മൾ സാധാരണ ഫയർഫോഴ്സ് ഒക്കെ വന്നാൽ വെള്ളം കൊണ്ടാണ് തീ അണയ്ക്കാറ് അല്ലേ. എന്നാൽ അതെപ്പോഴും സുരക്ഷിതമല്ല. നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം അത് ഇലക്ട്രിക്കൽ സർക്യൂട്ടുകളിലൊക്കെ തട്ടിയിട്ട് ഷോർട്ട് സർക്യൂട്ടിന് കാരണമാവാം. അതുപോലെ തന്നെ പെട്രോൾ ഡീസലൊക്കെ ആണെങ്കിൽ അത് വെള്ളം അടിയിലും അത് മുകളിലുമായിട്ട് തീ നല്ല ഉഷാറായിട്ട് കത്താൻ വേണ്ടി കാരണമാവാം. അപ്പം ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ വെള്ളത്തിന് പകരം കാർബൺ ഡൈ ഓക്സൈഡാണ് ഉപയോഗിക്കാറ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, അത് ഹെവിയർ ആണ് ഓക്സിജനേക്കാൾ, അതുകൊണ്ട് തന്നെ താഴെ നിൽക്കും, ഓക്സിജൻ മുകളിൽ വരികയും ഫ്യൂവലും ഓക്സിജനുമായിട്ടുള്ള കോണ്ടാക്റ്റ് കട്ടാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ ഫയർ എക്സ്റ്റിങ്ക്വിഷറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതൊരു ബ്ലാങ്കറ്റ് പോലെ ഈ ഫ്യൂവലിൻ്റെ മുകളിൽ നിൽക്കുകയും ഓക്സിജനെ തടയുകയും ചെയ്യും. അപ്പോൾ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങനെ ഉപയോഗിക്കാം. അതിന് നമ്മൾ ചെയ്യാറ് കാർബൺ ഡൈ ഓക്സൈഡിനെ നന്നായിട്ട് തണുപ്പിച്ചിട്ട് അതിനെ ലിക്വിഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് സൂക്ഷിക്കും. അതിന് എളുപ്പത്തിൽ നമ്മൾ ഉപയോഗിക്കാറ് ബേക്കിംഗ് സോഡ ആസിഡ് ഫയർ എക്സ്റ്റിങ്ക്വിഷർ നമ്മൾ ഉപയോഗിക്കാറ് ബേക്കിംഗ് സോഡയാണ്. നമ്മൾ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് എന്ന് വിളിക്കുന്നത്, നമ്മുടെ വീട്ടിലെ കപ്പ സോഡ, അപ്പക്കാരെന്നൊക്കെ വിളിക്കുന്ന സാധനം. ഇതാണ് നമ്മൾ ഈ ബോക്സിൽ ഫില്ല് ചെയ്ത് വെക്കുക. നമ്മൾ ഇത് തീയിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് ഇത് ഹീറ്റായി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് സൂക്ഷിച്ച് വെക്കാനും ഇതിനൊക്കെ വളരെ സൗകര്യമാണ്. അതോടൊപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റും. ചൂടായി കഴിഞ്ഞാൽ അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും. ആ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സഹായത്തോടെ നമുക്ക് തീ കെടുത്താൻ വേണ്ടി സഹായിക്കാം. ഇത് വളരെ തണുപ്പിച്ച് വളരെ കുറഞ്ഞ ടെമ്പറേച്ചറിൽ വെക്കുന്ന സമയത്ത് ഇത് ഇഗ്നിഷൻ ടെമ്പറേച്ചറും കൂടെ കുറയ്ക്കും. ഇഗ്നിഷൻ ടെമ്പറേച്ചർ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും തീ പിടിക്കേണ്ട ആ ടെമ്പറേച്ചറിൻ്റെ അളവ് കൂടും. ഓക്കെ, 10 ഡിഗ്രിയിൽ തീ പിടിക്കുന്ന 25-30 ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ആ രീതിയിൽ നമുക്ക് തീ എളുപ്പം കെടുത്താൻ വേണ്ടി കഴിയും. മാത്രമല്ല ഇത് വളരെ എളുപ്പത്തിൽ ഓഫീസുകളിലും മറ്റൊക്കെ നമുക്ക് സംരക്ഷിച്ച് സൂക്ഷിച്ചു വെക്കാവുന്നതുമാണ്. സ്പോണ്ടേനിയസ് കമ്പസ്റ്റൻ ഓഫ് കോൾ ടെസ്റ്റ്, നമ്മൾ ഈ കോള് കുഴിച്ചെടുക്കുന്ന മൈൻ ചെയ്യുന്ന പ്രദേശങ്ങളിലൊക്കെ ഇതിൻ്റെ പൊടിപടലങ്ങൾ ധാരാളം ഉണ്ടാകും. അവിടെ സ്പോണ്ടേനിയസ് കമ്പസ്റ്റൻ ഉണ്ടായിട്ട് പല തീപിടുത്തങ്ങൾ ഉണ്ടായി ഗുരുതരമായ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളുടെ ഫോറസ്റ്റ് ഫയർ നമ്മൾ പറഞ്ഞു, സൂര്യൻ്റെ ചൂട് കാരണം ഇതേപോലെ ഫോറസ്റ്റ് ഫയറും ഉണ്ടാവാറുണ്ട്. പക്ഷേ ഫോറസ്റ്റ് ഫയർ ഒരു പരിധിവരെ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഉണ്ടാവാറുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമ്മളെ ഫ്യൂവലിൻ്റെ പ്രത്യേകതകൾ പറയുകയാണ്. ഫ്യൂവൽ നമ്മൾ നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിച്ചിരുന്നത് വുഡായിരുന്നു, മരം. പിന്നീടാണ് നമ്മൾ കോള് അതേപോലെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ തിരിഞ്ഞത്. കോൾ കണ്ടെത്തിയതോടെ കോളാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. പക്ഷേ നമ്മൾ കുറേ കൂടെ സേഫർ, അതായത് പൊള്യൂഷൻ വളരെ കുറഞ്ഞ ഫ്യൂവലാണ് LPG. നമ്മൾ വീട്ടിലൊക്കെ LPG ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമാണ്, അതും വളരെ കുറഞ്ഞ അളവിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ കൂടെ സേഫറായ ഫ്യൂവലാണ് LPG എന്ന് പറയുന്നത്. നമ്മൾ മരം അല്ലെങ്കിൽ അതേപോലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ധാരാളം പുക പടലങ്ങൾ ഉണ്ടാവുകയും അത് നമുക്ക് റെസ്പിറേറ്ററി പ്രോബ്ലംസിനൊക്കെ കാരണമാവുകയും ചെയ്യും. മാത്രമല്ല മരങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഡീഫോറസ്റ്റേഷനും കാരണമാവും. ഗ്ലോബൽ വാർമിംഗ് നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. കോസ്റ്റൽ ഏരിയകളൊക്കെ വെള്ളത്തിനടിയിലായി പോകുന്ന ഒരു പ്രതിഭാസമാണ്. ഭൂമിയുടെ ടെമ്പറേച്ചർ കൂടും, ഐസ് മല ഉരുകിയിട്ട് ഭൂമിയിൽ വെള്ളത്തിൻ്റെ അളവ് കൂടുന്ന, അതോടൊപ്പം ഭൂമിയുടെ ടെമ്പറേച്ചർ മൊത്തത്തിൽ കൂടുന്ന ഒരു പ്രതിഭാസമാണ് ഗ്ലോബൽ വാർമിംഗ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ളൊരു മാർഗ്ഗം എന്ന് വെച്ചാൽ നമ്മൾ കുറേ കൂടെ സേഫറായ ഇലക്ട്രിസിറ്റിയിലേക്കോ അല്ലെങ്കിൽ CNGയിലേക്കോ ഒക്കെ നമ്മൾ മാറുക എന്നുള്ളതാണ് നമുക്ക് സുരക്ഷിതമായ ഒരു മാർഗ്ഗം. ഇതോടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി.